അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ബലരാമൻ്റെ വിക്രമങ്ങളെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വാസുദേവൻ്റെ കഥ ആണ്, പൗണ്ഡ്രക വാസുദേവൻ. അയാളുടെ കഥ എന്താ വെച്ചാൽ കുറേ കാശൊക്കെ അദ്ദേഹത്തിനുണ്ട്, വിവരമില്ലാനും പോരെ, കാശുണ്ടാകാനും ബുദ്ധിയില്ലെങ്കിൽ എന്തായിരിക്കും കഥ. ജനങ്ങളൊക്കെ കൂടെ കൂടി ഇയാളെങ്ങനെ പുകഴ്ത്തുമ്പോൾ അദ്ദേഹം നല്ലോണം കാശ് കൊടുക്കും, പുകഴ്ത്തിയ ആൾക്ക് കാശ് കൊടുക്കും. അങ്ങ് വലിയ കേമനാ പറഞ്ഞാൽ 500 റുപ്യ ആ പറഞ്ഞാൾക്ക്, അങ്ങയുടെ അത്ര കേമൻ വേറെ അല്ലേ പറഞ്ഞാൽ 2000 റുപ്യ അയാൾ കൊടുത്തു. പിന്നെ ജനങ്ങൾ കൂടില്ലേ, ചുറ്റും ആളുകൾ കൂടി അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കണക്കൊക്കെ കഴിഞ്ഞു. അവർ പറയാൻ തുടങ്ങി, അങ്ങാണ് വാസുദേവൻ, മറ്റാൾ ഇമിറ്റേഷനാ, അത് ശരിക്കുള്ള കൃഷ്ണൻ, അത് അങ്ങാ ശരിക്കുള്ള ആൾ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ചിലരൊക്കെ വന്ന് പറയും, ആ കൃഷ്ണൻ നീല നിറാട്ടോ, അങ്ങേക്ക് അതെയോ, വേഗം കുളത്തിൽ ഉജാല കലക്കി മുങ്ങും. അങ്ങനെ നീലയായിട്ട് കാര്യമില്ലല്ലോ, 4 കൈയുണ്ട് കൃഷ്ണന്. അപ്പോഴേക്ക് 2 കൈ ആശാരിയോട് പറഞ്ഞു വെച്ചു. ശംഖ് ചക്രം കഥാപത്മം കൊണ്ടുവന്നു. ശ്രീവത്സം എന്ന മറുകുണ്ട്, അതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത്. ഇയാൾ കുറച്ച് ക്ലേശിച്ചു. കാരണം ലോഹം കൊണ്ടൊരു പാദം ഉണ്ടാക്കി, എന്നിട്ട് അത് ചുട്ടു പഴുപ്പിച്ച് 4 ആളോട് പറഞ്ഞു, എന്നെ നല്ലോണം പടയാണ്ട നോക്കണം എന്ന് പറഞ്ഞു. അവർ കയ്യും കാലൊക്കെ ചവിട്ടി പിടിച്ചിട്ട് ഈ ലോഹം നെഞ്ഞത്ത് വെച്ചു. അപ്പോൾ ശ്രീവത്സം എന്ന മറുകും ഉണ്ടായി. താനാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ക്ലേശിക്കുക ആണ് ഭഗവാനാവാൻ വേണ്ടിയിട്ട്. ചക്രു ശംഖും ഗതയും പത്മൊക്കെ ഉണ്ട്. രാവിലെ ആ ദർശനം, നിർമ്മാല്യ ദർശനമൊക്കെ ഉണ്ട്. രാവിലെ അങ്ങനെ നിൽക്കും ദേഹം ഇങ്ങനെ ശംഖു ചക്രമൊക്കെ ആയിട്ട്. പക്ഷേ ചക്രം തിരിയണില്ല, അത് വലിയ ബുദ്ധിമുട്ട്. ഇടയ്ക്കൊക്കെ തിരിയും, പിന്നെ അത് കറണ്ട് പോയാൽ നിൽക്കും. അങ്ങനെയാകുമ്പോൾ പലരും പറഞ്ഞു, ഇങ്ങനെയല്ല, ഒന്ന് അവിടെ പോയി നോക്കണം ദ്വാരകയിൽ, അതങ്ങനെ തിരിയണത് കാണാം. അപ്പം അദ്ദേഹം കത്തയച്ചു, അന്യായമായിട്ട് എടുത്തു വെച്ച എൻ്റെ ചക്രം എത്രയും പെട്ടെന്ന് കൃഷ്ണ തിരിച്ചു വന്നോളൂ, ഇല്ലെങ്കിൽ വിവരം അറിയുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കത്തയച്ചു. ഭഗവാൻ പറഞ്ഞു, ഞായറാഴ്ച വന്നോളൂ, ഓഡിറ്റോറിയത്തിൽ ഞാൻ തരാം ഈ ചക്രം, എല്ലാവരും കാണുക ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്നു, ഭഗവാനും ചെന്നു, ചക്രം പിടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു. അത് പിടിക്കാനുള്ള ശേഷി ഇയാൾക്കുണ്ടോ? ഭഗവാനിന് എത്രയോ കാലത്തെ ബ്രഹ്മചര്യത്തിൻ്റെ ഫലമായിട്ടാണ് ചക്രം പൊന്തിക്കാൻ പറ്റുന്നത്. കഴുത്തങ്ങോട്ട് മുറിഞ്ഞു, അതിൽ നിന്നൊരു ചൈതന്യം വന്ന് ഭഗവാന് ലയിച്ചു. സംഗതി പൗണ്ഡ്രകന് മോക്ഷമാണ് കൊടുത്തത്. എന്ത് കൊടുത്തു? മോക്ഷം. കൂടെയുള്ളവർ ചോദിച്ചു, എന്താ കൃഷ്ണ അയാൾക്ക് മോക്ഷം കൊടുത്തത്? എന്തോ ആവട്ടെ, അദ്ദേഹം എന്നെ തന്നെ ഭജിക്കല്ലേ ഉണ്ടായത്, അല്ലേ, മറ്റുള്ളവരെ ദ്രോഹിക്കാനൊന്നും പോയില്ലല്ലോ. ഏന പ്രകാരേണ മനകൃഷ്ണേ നിവേശയേത്. അദ്ദേഹം ഞാനാവണം, കൃഷ്ണ 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 ആളെ വിചാരത്തിൽ കഴിഞ്ഞു. പക്ഷെ എന്താ ഇങ്ങനെ മോക്ഷം കൊടുത്തത്? അത് വേഷം കെട്ടിയാൽ മാത്രം പോരാ, അതന്നെ എന്താണ് നമുക്കുള്ള ഉപദേശമാണ്. വെറും വേഷം കെട്ടിയാൽ മാത്രം പോരാ. ആ പറഞ്ഞ ഭാഗവതമൊക്കെ ഒന്ന് വായിക്കാൻ നോക്കുക, ഗീതയൊക്കെ ഒന്ന് വായിക്കുക. അതിനാണ് ഭഗവാന്റെ വേഷം കെട്ടി ഇങ്ങനെ നടന്നു, കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയാനും അറിയില്ല. 16 കല്യാണം കഴിച്ചില്ലേ? കഴിച്ചു. കഷ്ടായില്ലേ? കഷ്ടായി. അതല്ല, എന്താ മനസ്സിലാക്കണ്ടേ? രാസക്രീഡ മോശമായില്ലേ? ശരിയാ, മോശമായി. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം വേഷം കെട്ടാൻ. വെറും വേഷം കെട്ടലാണെങ്കിൽ ഇങ്ങനത്തെ മോക്ഷമാവും. നമുക്ക് ഇങ്ങനത്തെ വേണ്ട, അല്ലേ, വേണോ? അപ്പോൾ വേഷം കെട്ടണം വേണ്ടെന്നല്ല, കൂട്ടത്തിലെ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വിഷമാണ്, അതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് കഥകൾ വർണ്ണിക്കുകയാണ്. ദുര്യോധനൻ്റെ മകള് ലക്ഷ്മണയെ വിവാഹം കഴിച്ചു. ആര്? സാമ്പൻ. ജാമ്പവതി സുത ആണ്. സാമ്പനെ പറ്റി പറയുമ്പോൾ കൃഷ്ണൻ്റെ മകനാണ്, പക്ഷെ പറയപ്പോഴും ജാമ്പവതി സുത. ജാമ്പവതിയുടെ സ്വഭാവം കിട്ടിയതേ ആണ് എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സ്വഭാവം ഉണ്ടെന്ന് ഇങ്ങനെ കാണിക്കുകയാണ്, വ്യംഗ്യമായിട്ട് കാണിക്കുകയാണ്. എന്തേ പറ്റി ചോദിച്ചാൽ, ദുര്യോധനൻ്റെ മകളുടെ ലക്ഷ്മണ എന്ന പേര്, സ്വയംവരമായിട്ടാണ്. പലരും അവിടേക്ക് വന്നിട്ടുണ്ട് വിവാഹം കഴിക്കാൻ മോഹിച്ചിട്ട്. അവൾ കയ്യിൽ മാലയായിട്ട് അങ്ങനെ നടക്കുകയാണ്. കുറേ പേര് ഇരിക്കുന്നുണ്ട്, രാജാക്കന്മാർ ഇഷ്ടമുള്ള ആളെ വരിക്കാം. അത്രയ്ക്ക് സ്വാതന്ത്ര്യം പണ്ട് കാലത്തുണ്ടായിരുന്നു സ്ത്രീകൾക്ക്. പുരുഷന്മാർ പോയി അങ്ങനെ നിൽക്കും, ഇഷ്ടമുള്ള ആളെ, ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം, ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാം. അങ്ങനെ നോക്കിയ സമയത്ത് ആരുണ്ട് അവിടെ? സാമ്പനും എത്തിയിട്ടുണ്ട്. സാമ്പൻ്റെ അടുത്ത് കുറേ പേര് ഒഴിവാക്കി സാമ്പൻ്റെ അടുത്തെത്തി. സാമ്പന് തൻ്റെ അടുത്ത് എത്തിയപ്പം സാമ്പന് തോന്നി, ഇനിയിപ്പോൾ ഇവള് തൻ്റെ കഴുത്തിൽ മാല ഇടല്ലേ, സംശയമായി. കുറേ പേര് ഒഴിവാക്കി, താൻ കഴിഞ്ഞ് പിന്നീട് 10-12 പേര്, ഇനിയിപ്പോൾ അവരെങ്ങാനും വിവാഹം കഴിക്കുമോ എന്നൊക്കെ ഒരു പരിഭ്രമം. തൻ്റെ അടുത്തെത്തിയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ആ മാല 2 മിനിറ്റ് ഒന്ന് കാത്തിരുന്ന കഴുത്തിലിടായിരുന്നു. ധൃതി ആണ്, ഇട്ടിട്ടില്ലെങ്കിലോ വിചാരിച്ച് മാല അങ്ങനെ അടുത്തെത്തിയപ്പോൾ ഇയാൾ അങ്ങോട്ട് തലട്ടു. അത് മോശം, അങ്ങനെ ചെയ്യരുതല്ലോ. അത് കണ്ട് ദുര്യോധനൻ അക്രമം കാണിക്കുകയാണോ എന്ന് പറഞ്ഞ്, അതാണ് ഒരു കുറഞ്ഞ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞത്. വേഗം ദുര്യോധനൻ വന്ന് അദ്ദേഹത്തെ പിടിച്ച് കെട്ടി. അവിടേക്ക് ഈ വാർത്ത നാരദ മഹർഷി പറഞ്ഞ ഭഗവാൻ അറിഞ്ഞു. അവിടേക്ക് ആര് വന്നു? അപ്പോൾ ഭഗവാൻ വരാൻ പുറപ്പെട്ടതാ, പക്ഷെ ആര് സമ്മതിച്ചില്ല. ബലരാമൻ പറഞ്ഞു, പോണ്ട കൃഷ്ണ, നീ പോണ്ട പറഞ്ഞു. എൻ്റെ ശിഷ്യനാ. ആര്? ദുര്യോധനാരാ? ഗതായുധം പഠിപ്പിച്ചില്ലേ, ശിഷ്യനല്ലേ, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം, ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ പറഞ്ഞു. ശരി, എന്നാൽ ഏട്ടൻ ചെല്ലൂ. ഇതും ഭഗവാന്റെ ലീലയാണ്. കാരണം ആര് പോകണം? ഏട്ടൻ പോകണം. എന്നിട്ട് ഏട്ടൻ പോയിട്ട് എന്ത് ചെയ്യണം? അവനെ ഒന്ന് ശപിക്കണം ആണ്. നേരെ വലിയ ഒന്ന് ഏട്ടൻ്റെ മുഖത്തൊന്ന് കേൾക്കണം. ആര്? ദുര്യോധനൻ. കാരണം ദുര്യോധനൻ ഇപ്പം എന്തുണ്ട് വെച്ചാൽ, ഈ ഏട്ടൻ്റെ അനുഗ്രഹം നല്ലോണം ഉണ്ട്. അതാണ് ബുദ്ധിമുട്ട്. ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും മഹാഭാരത യുദ്ധത്തിൽ ഭീമന് ദുര്യോധനെ വീഴ്ത്താൻ പറ്റില്ല. ശക്തിയുണ്ട്, ഏട്ടൻ്റെ അനുഗ്രഹമുണ്ട്. ഭീമന് ശക്തിയുണ്ട്, കൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ട്. പക്ഷേ ഏട്ടൻ്റെ ഈ അനുഗ്രഹം ദുര്യോധന ഉണ്ടെങ്കിൽ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അതൊന്ന് പോയി കിട്ടിയാൽ മതി.
ഏട്ടൻ ഇങ്ങനെ അനുഗ്രഹിക്കാൻ കാരണം എന്താ? ഇവൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല, അതാണ്. അതൊന്ന് കാണിച്ചു കൊടുക്കണം. ആ ഉദ്ദേശമാണ് ഇപ്പം. അതിനാണ് ഈ ലീല. അങ്ങനെ ഭഗവാൻ പറഞ്ഞതും കേട്ട് ആര് പുറപ്പെട്ടു? ബലരാമേട്ടൻ ദുര്യോധനെ കാണാൻ പോയതാ. അവിടെ എത്തി ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എന്തായാലും വിവാഹം കഴിച്ചു. മാത്രമല്ല നീ ചോദിച്ചു നോക്കും മകളോട്, അവൾക്കും ആരിഷ്ടമാണ്? ദുര്യോധനന് ഈ മകൾക്ക് ലക്ഷ്മണയ്ക്ക് സാമ്പന ഇഷ്ടമാണ്. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അവിടെ കഴിഞ്ഞു വിടാനുള്ള വകയുണ്ട്. ഒന്നും പ്രയാസമില്ലല്ലോ, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം, അതിലിപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ആര് ചോദിച്ചു? ബലരാമേട്ടൻ അവിടെ വന്ന് പറഞ്ഞു. അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. അകത്തേക്ക് പോയി അവിടുന്ന് ബലരാമനോടൊന്നും പറഞ്ഞില്ലെങ്കിലും അകത്ത് പോയി ബലരാമൻ കേൾക്കാൻ പാകത്തിന് ഈ അഹങ്കാരിയായിട്ടുള്ള ദുര്യോധനൻ ചിലത് പറഞ്ഞു. എന്താ ചെയ്യുക, ഇപ്പോഴൊക്കെ കാലം പോയ പോക്കെ. അഹോ മഹച്ചിത്രമിതം കാലകത്തിയാതുരത്യ ആരുരുക്ഷത്യുപാനദ്വൈ ശിരോ മുക്കുടസേവിതം. കാലം പോയ പോക്ക് നോക്കണേ. പണ്ടൊക്കെ ഈ യാദവന്മാരെ അടുത്തെത്തിയാൽ വിട്ടിരിക്കാറാ പതിവ്. ഇപ്പം പിന്നെ ഒപ്പരിക്കാൻ തുടങ്ങി. ശരി, അതൊക്കെ സംഭവിക്കാം. ഇപ്പം ഇങ്ങോട്ട് കൽപ്പിക്കാൻ തുടങ്ങി. ഇവർക്കൊന്നും രാജ്യം ഭരിക്കാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഔദാര്യം കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ശരിയാണ്, കുറച്ച് കാശൊക്കെ ഇപ്പോൾ കൈ കെട്ടിയിട്ടുണ്ടാവും. കാശുണ്ടെന്ന് കരുതിയിട്ട് കേമന്മാരാകുമോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം 10,000 ഉറുപ്പിയുടെ ചെരുപ്പാ, അതുകൊണ്ട് തലയിൽ വയ്ക്കുമോ? അല്ല, തലയിൽ കിരീടം തന്നെ നിൽക്കുള്ളൂ, ചെരുപ്പ് കാലില്ല. ഇനി 1,00,000 ഉറുപ്പിയുടെ ചെരുപ്പാ വിചാരിക്കുക, എന്നാലും എവിടെയായിട്ടാ? 1,00,000 ഉറുപ്പിയുടെ ചെരുപ്പാ, അതുകൊണ്ട് അതൊന്നുമില്ല, അത് കാലുമ്പോൾ തന്നെയാണ്. ഇപ്പം ചെരുപ്പിന് മോഹം തലയിൽ കയറിയിരിക്കാൻ ആര് പറയാണ്? എന്താ ഈ പറഞ്ഞു വരുന്നത്? അവരപമാനിക്കുകയാണ് യാദവന്മാരെ. അതങ്ങോട്ട് കേട്ടതും ജാത്യാരുണാക്ഷഹ, ജന്മനാ തന്നെ കണ്ണ് ചുവന്നും കൊണ്ടാ. പിന്നെ ദേഷ്യം കുറച്ചധികം ബലരാമേട്ടനുണ്ട്. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ദേഷ്യം അങ്ങോട്ട് വർദ്ധിച്ചു. അദ്യ നിഷ്കൗരവീം, ഞാൻ ഇന്ന് ഈ കൗരവരം മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്നുണ്ട്. പൃഥ്വീം കരിഷ്യാമിത്യമർഷിത ഗൃഹീത്വാ ഹലമുത്തസ്ഥൗ ദഹന്നിവ ജഗത്രയം. 3 ലോകവും ഞാൻ ചുട്ടരിക്കും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം കലപ്പ അങ്ങോട്ട് ധ്യാനിച്ചു. കലപ്പ കയ്യിൽ വന്നു, ഹസ്തിനാപുരിയുടെ അറ്റത്തങ്ങോട്ട് കുത്തി അതങ്ങോട്ട് സമുദ്രത്തിലേക്ക് അങ്ങോട്ട് മറച്ചിടാൻ പുറപ്പെടുകയാണ്. അപ്പോഴേക്ക് അവിടേക്ക് ഭീഷ്മരും പലരും വന്നു, തൊഴുന്ന് നമസ്കരിച്ചു. ക്ഷമിക്കണം, കുട്ടികളല്ലേ, വിവരമില്ലാത്തവരല്ലേ, അവർ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ കാര്യമായിട്ട് എടുക്കുകയാണോ? വിവരമില്ലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണേ, അപകടം ചെയ്യരുതേന്ന് പറഞ്ഞ് ശാന്തനാക്കി. ഏതായാലും ദുര്യോധനൻ കാൽക്കൽ വീണു മാപ്പൊക്കെ പറഞ്ഞു. തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ അവിടെ നിന്ന് തിരിച്ച് പോരുമ്പം ബലരാമൻ നോക്കിയിട്ട് പറഞ്ഞു, എടോ ഞാൻ പഠിപ്പിച്ചു തോന്നൊന്നും ഫലിക്കില്ലടോ, നേരെയാവില്ല എന്ന് പറഞ്ഞ് ആര് പോന്നു? അത്രേ ആർക്കും വേണ്ടു, അദ്ദേഹം കൃഷ്ണനും വേണ്ടു, എന്നാലും അത് നേരെയായി. അങ്ങനെ തിരിച്ചു പോന്നു. സാമ്പൻ ഈ ലക്ഷ്മണയെ വിവാഹം കഴിച്ചു. നരകം നിഹതം ശ്രുത്വാ തഥോദ്വാഹം ചയോഷിതാം. പിന്നെ നമുക്കുള്ള സംശയം, 16,000 കല്യാണം കഴിച്ചല്ലേ ഭഗവാൻ, എങ്ങനെ കഴിഞ്ഞുകൂടണം? അവിടെ കലഹം ഉണ്ടാവില്ലേ എന്നാണ് നാരദ മഹർഷിക്കൊരു സംശയം. ഒന്ന് പോയി നോക്കണം. ഇവിടെ ഒന്ന് കഴിച്ചിട്ട് തന്നെ നടന്നില്ല, അങ്ങനെ എനിക്ക് എത്രയൊക്കെ കഴിച്ചിട്ടൊരു കുഴപ്പമില്ലാണ്ട് എങ്ങനെ ഇരിക്കണം, ഒന്ന് നോക്കണ്ടേ എന്ന് കരുതിയിട്ട് നാരദ മഹർഷി നമുക്ക് വേണ്ടി ആണ് ആ ഗൃഹസ്ഥലീല അദ്ദേഹം കാണാൻ പോയി. 16,108 ഗൃഹങ്ങൾ. ആദ്യം രുക്മിണി കൃഷ്ണൻ ബംഗ്ലാവ് കണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവുക. അങ്ങോട്ട് പ്രവേശിച്ചു. രുക്മിണിയും കൃഷ്ണനും അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ആര് വരുന്നത്? നാരദ മഹർഷി വരണോ? അപ്പോഴേക്കും ആരെണീറ്റു? ഭഗവാൻ എഴുന്നേറ്റു. നാരദ മഹർഷി എത്ര കാലമായി കണ്ടിട്ട് അങ്ങോട്ടുള്ള വഴി മറന്നോ എന്നൊക്കെ ചോദിച്ചാൽ ലോകം പറയുന്നുണ്ട്. രുക്മിണി എന്താ നോക്കി നിൽക്കണു, സ്വർണ്ണക്കിണ്ടിൽ വെള്ളമായിട്ട് ഒരു കാല് കഴിച്ചിരുത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് രുക്മിണി വേഗം അകത്തേക്ക് പോയതാ. നാരദ പറഞ്ഞു, നിൽക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് വേറെ തിരക്കുണ്ട്, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അടുത്ത സത്യഭാമയുടെ കൊട്ടാരത്തിൽ പോയി. അവിടെ ആരുണ്ടാവില്ല, കൃഷ്ണൻപടിയാണല്ലോ. അവിടുത്തെ സമയത്ത് ചെസ്സ് കളിക്കുക. ആരുടെ കൂടെ? സത്യഭാമയുടെ കൂടെ. പകുതിയായിട്ടുണ്ട്. അപ്പോൾ ഓടി വന്നൊന്നല്ല, അവിടെ ഉണ്ടാള് എന്നാണ്. നാരദ മഹർഷി അങ്ങോട്ട് കണ്ടപ്പോഴേക്ക് അതൊക്കെ തട്ടി മാറ്റി. എത്ര കാലമായി കണ്ടിട്ട് ഇപ്പം അവിടുന്ന് കണ്ടതോ ആ ഭാവല്ലേ, അത് വേറെ കൃഷ്ണൻ ആണ്. എത്ര കാലമായി എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് സത്യഭാമ സ്വർണ്ണക്കണ്ടിയിൽ വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത വീട്ടിലേക്ക് പോയി, ജാമ്പവതിയുടെ കൊട്ടാരത്തിലേക്ക്. അവിടുത്തെ ഇപ്പം ജാമ്പവതിക്ക് ഭഗവാൻ രാമായണം വായിച്ച് കേൾപ്പിക്കുക. ജാമ്പവാന്റെ കഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിച്ച് കേൾപ്പിക്കുകയാണ്. നാരദ മഹർഷിയെ കണ്ടപ്പോഴേക്കും എത്ര കാലമായി കണ്ടിട്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കും മഹർഷി, അങ്ങ് കുറച്ച് രാമായണം കേട്ടിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, ഞാൻ രാമായണം കണ്ടതാ, ഇപ്പം അത് കേൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം അടുത്ത ദിക്കിലേക്ക് പോയി. ഓരോ ദിക്കിലും ആരെ കണ്ടു? ഒരു 8 ദിക്കിൽ പോയി. 8 ദിക്കിലും ഭഗവാനെ പല വേഷത്തിൽ പല ഭാവത്തിൽ കണ്ടു. ഒരേ ആളെ 8 ദിക്കിലും ഇത് കണ്ടപ്പോൾ പിന്നെ ഊഹിച്ചു. നമുക്ക് അങ്ങനെയാണല്ലോ, ഇത് മുഴുവൻ കണ്ടെത്താൻ പറ്റില്ല, നമ്മളങ്ങോട്ട് ഊഹിക്കും. ബാക്കി കണ്ട എന്ത് ചെയ്യും? 16,100 ദിക്കിലും ഇങ്ങനെ ആരുണ്ടാവും? അത്രേ വേണ്ടു. അല്ലാണ്ട് ഇതൊക്കെ അങ്ങനെ രാജ്യം മുഴുവൻ കാണുക അതല്ല, എല്ലാ ദിക്കിലും ഭഗവാൻ ഉണ്ടാവും. ഭഗവാന്റെ പ്രഭാവം എന്ന് മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതാ. ആ സമയത്ത് ഗേറ്റ് അങ്ങോട്ട് അടച്ചു. അവിടുത്തെ കാവൽക്കാരൻ ചോദിച്ചു, ആരാ? നാരദ മഹർഷി. എവിടെ ID കാർഡ്? എവിടെ കൂപ്പൺ? എവിടെ? അപ്പോൾ ചോദിച്ചു, എന്താ കൂപ്പൺ? ഒരു സംഗതി ഇല്ലേ ആൾക്ക്.
അത് കഴിഞ്ഞ് നല്ലോണം നോക്കിയപ്പോഴാണ് ആ തലയെക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ എന്ത് കണ്ടു? മയിൽപ്പീലി. അതും കൃഷ്ണനാണ്. അവിടുത്തെ സെക്യൂരിറ്റി ആരാ? അതും കൃഷ്ണനാണ്. നല്ലോണം നോക്കിയപ്പം പറഞ്ഞു, ഞാൻ തന്നെയാണ്, അങ്ങേക്ക് മനസ്സിലായില്ലേ, ഞാനൊരു തമാശയ്ക്ക് കാണിച്ചു എന്നേ ഉള്ളൂ, എന്തായാലും വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ നടന്നില്ലേ, ഇനി അങ്ങ് പാണ്ഡവരെ കാണുമ്പോൾ എൻ്റെ അന്വേഷണം പറഞ്ഞിട്ടോ എന്നും പറഞ്ഞു തൊഴുത് നമസ്കരിച്ച് നാരദ മഹർഷി നേരെ പാണ്ഡവരെടുത്ത് പോയിട്ട് എന്ത് പറയും? ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണു നമസ്തേ. കാണേണ്ടത് തന്നെയാണ്, ദ്വാരകയിലേക്ക് ഒന്ന് പോകണം. ആ ഭഗവാൻ എത്ര സമാധാനത്തോടു കൂടി അവിടെ കഴിയുന്നത്. അവിടെയുള്ള എല്ലാവർക്കും ശാന്തി, സമാധാനം. ഇതെങ്ങനെ കേൾക്കുമ്പം പാണ്ഡവർക്കാണ് ഈ സമാധാനം ഇല്ലാനും എന്നാണ്. അപ്പം അവരിങ്ങനെ ആലോചിച്ചു, തനിക്ക് സമാധാനമായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? സമാധാനമുള്ള ആളെ പൂജിക്കണം ആണ്. ഭഗവാനെ പൂജിച്ചാൽ നമുക്കും അതുപോലെ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ആ ഒരാഗ്രഹം ധർമ്മപുത്രർ ആരോട് പറഞ്ഞു? നാരദരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാനെ പൂജിക്കണം എന്ന് മോഹമുണ്ട്. എനിക്കാണെങ്കിൽ ഭഗവാനോട് നേരിട്ട് പറയാൻ ലേശൊരു മടിയുണ്ട് എന്നാണ്. കാരണം കൃഷ്ണനേക്കാളും പ്രായം കൂടും ബന്ധുത്വമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയമൊക്കെ പറയാൻ ലേശൊരു പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങ് വേണം ഇതൊന്ന് പറയാൻ. രാജസൂയം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അഗ്രപൂജ അത് ഭഗവാനെ വേണം, ഭഗവാനെ പൂജിക്കണം എന്നാണ് ആഗ്രഹം. അതങ്ങ് പറയില്ലേ ചോദിച്ചു. നാരദർ ശരിയെന്നും പറഞ്ഞു. നേരെ ആ വാർത്ത ആരോട് പറഞ്ഞു? ഭഗവാന്റെ ദിനചര്യ വർണ്ണിക്കുകയാണ്. ഭഗവാൻ വളരെ നേരത്തെ എഴുന്നേൽക്കും രാവിലെ.